ഈ ശബ്ദം നമ്മുടെ വീടുകളിൽ സ്ഥിരമായി കേൾക്കുന്നതാണ്. കുഞ്ഞിന് 6 മാസം പ്രായമാകുമ്പോൾ നമ്മൾ കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത് തുടങ്ങും. അത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് 1 വയസ്സോ 2 വയസ്സോ കഴിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും ചോറും പച്ചക്കറിയുമൊക്കെ ഈ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണോ അവർക്ക് കൊടുക്കുന്നത്? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടിയോ കുട്ടി എളുപ്പത്തിൽ വിഴുങ്ങാൻ വേണ്ടിയോ നിങ്ങൾ ഈ ചെയ്യുന്ന ശീലം നിങ്ങളുടെ കുട്ടിയുടെ സംസാര ശേഷിയെയും ആരോഗ്യത്തെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന 3 അപകടങ്ങളെക്കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപകടം സംസാരം വൈകുക. പല മാതാപിതാക്കൾക്കും അറിവില്ലാത്ത ഒരു സയൻസാണിത്. നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അതേ പേശികൾ തന്നെയാണ് ഭക്ഷണം ചവക്കാനും ഉപയോഗിക്കുന്നത്. കുട്ടി ഒരു കഷ്ണം ക്യാരറ്റോ ചോറോ കടിച്ച് ചവക്കുമ്പോൾ അവരുടെ താടിയെല്ല്, നാവ്, ചുണ്ടുകൾ എന്നിവയ്ക്ക് നല്ലൊരു വ്യായാമം, ഓറൽ മോട്ടോർ വർക്കൗട്ട് കിട്ടുകയാണ്. ഈ മസിലുകൾക്ക് ബലം വെച്ചാൽ മാത്രമേ കുട്ടിക്ക് വ്യക്തമായി വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. എപ്പോഴും മിക്സിയിൽ അടിച്ച വെള്ളം പോലെയുള്ള ഭക്ഷണം കുടിക്കുന്ന കുട്ടികൾക്ക് ഈ മസിലുകൾക്ക് തീരെ ബലമുണ്ടാകില്ല. പിന്നീട് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകൾക്ക് വ്യക്തതയും ഉണ്ടാകില്ല. അല്ലെങ്കിൽ സംസാരം വല്ലാതെ വൈകി പോകാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപകടം കുട്ടിക്ക് ഭക്ഷണം വെറുപ്പാകുന്നു. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ എല്ലാ ഭക്ഷണത്തിനും ഒരേ രൂപവും ഒരേ രുചിയുമാണ്. കുട്ടിക്ക് 2 വയസ്സാകുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം കുറച്ച് ചോറും കറിയും ചവച്ച് കഴിക്കാൻ കൊടുത്താൽ അവർ എന്ത് ചെയ്യും? അവർ അത് തുപ്പിക്കളയും, അല്ലെങ്കിൽ ഛർദ്ദിക്കും. കാരണം തരിതരിപ്പുള്ള ഭക്ഷണം അഥവാ സോളിഡ് ടെക്സ്ചർ വായിൽ തട്ടുമ്പോൾ അവരുടെ തലച്ചോറിന് അത് താങ്ങാൻ കഴിയണം എന്നില്ല. ഇതിനെ സെൻസറി ഓവർലോഡ് എന്ന് വിളിക്കും. പിന്നീട് അവർ എക്കാലത്തും മിക്സിയിലടിച്ച ഭക്ഷണം മാത്രമേ ചോദിക്കൂ. മീനോ ഇറച്ചിയോ പച്ചക്കറിയോ ഒന്നും അവർ ചവച്ച് കഴിക്കില്ല. മൂന്നാമത്തെ അപകടം ദഹനക്കേടും പല്ലിൻ്റെ ആരോഗ്യവും. ശാസ്ത്രീയമായി പറഞ്ഞാൽ ദഹനം തുടങ്ങുന്നത് വയറ്റിൽ നിന്നല്ല, നമ്മുടെ വായിൽ നിന്നാണ്. നമ്മൾ ഭക്ഷണം ചവക്കുമ്പോൾ ഉമിനീരിൽ ഉണ്ടാകുന്ന എൻസൈമുകൾ ഭക്ഷണത്തിൽ കലരും. മിക്സിയിൽ അടിച്ച ഭക്ഷണം കുട്ടി പെട്ടെന്ന് വിഴുങ്ങുമ്പോൾ ഈ പ്രക്രിയ നടക്കുന്നില്ല. കൂടാതെ കട്ടിയുള്ള ഭക്ഷണം കടിച്ചു പറിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ പല്ലുകൾക്കും മോണകൾക്കും നല്ല ബലം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുമോ എന്ന പേടിയില്ലാതെ എങ്ങനെ ഈ ശീലം മാറ്റിയെടുക്കാം? പെട്ടെന്ന് നിർത്തരുത്. ഇന്നു മുതൽ മിക്സിയിൽ അടിച്ച ഭക്ഷണം കൊടുക്കുന്നത് നിർത്താൻ പറഞ്ഞാൽ കുട്ടി പെട്ടെന്ന് പട്ടിണിയാകും. പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടുവരിക. മിക്സിക്ക് പകരം ഫോർക്ക്. ആദ്യം മിക്സിയുടെ ഉപയോഗം നിർത്തി വേവിച്ച ഭക്ഷണം ഒരു ഫോർക്ക് വെച്ച് നന്നായി ഉടച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ തരികൾ അഥവാ ലംസ് കുട്ടിക്ക് കിട്ടും. അടുത്തതായി ഫിംഗർ ഫുഡ്സ്. കുട്ടിക്ക് സ്വന്തമായി കയ്യിലെടുത്ത് കഴിക്കാൻ പാകത്തിൽ വേവിച്ച ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ആപ്പിൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കുക. അവർ അത് വായിലിട്ട് നുണയട്ടെ. അഴുക്കാക്കിയാലും കുഴപ്പമില്ല. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ വലിയ തിരക്കിലാണെന്ന് എനിക്കറിയാം. കുട്ടിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുമോ എന്ന ഭയം കൊണ്ടാകാം നിങ്ങളെല്ലാം മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവർ പിച്ച വെച്ച് നടക്കാൻ പഠിക്കുന്നത് പോലെ വീണുപോയാലും എഴുന്നേൽക്കാൻ പഠിക്കുന്ന പോലെ തന്നെയാണ് ഭക്ഷണം ചവച്ച് കഴിക്കാൻ പഠിക്കുന്നതും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ മിക്സിയുടെ ജാറിനുള്ളിൽ ഇട്ട് അരച്ച് കളയരുത്. അവർ ആ വേവിച്ച പച്ചക്കറി കയ്യിലെടുത്ത് മുഖത്തൊക്കെ ആക്കി പതുക്കെ പതുക്കെ ചവച്ചിറക്കുന്നത് കാണാൻ തന്നെ വലിയൊരു ഭംഗിയാണ്. അവരെ സ്വയം വളരാൻ അനുവദിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഏത് രൂപത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യാമോ? ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കും വലിയ സന്തോഷമായിരിക്കും. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.